മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് അപൂർവ രോഗം ബാധിച്ച 9 വയസ്സുകാരി നിഹാന ഇപ്പോൾ കൊച്ചി ഗിരിധർ കണ്ണാശുപത്രിയിൽ ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം കൊല്ലത്തേക്ക് മടങ്ങുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയിലൂടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ചികിത്സയ്ക്ക് വഴിയൊരുക്കിയത്. എസ് ശരനാണ് ചേരുന്നത്. ശരൺ, നമുക്കും ഏറെ ആശ്വാസകരമായൊരു നിമിഷം തന്നെയാണ്. ഏതായാലും ആദ്യഘട്ട ചികിത്സ പൂർത്തിയാക്കിയിരിക്കുന്നു വിജയകരമായി, അല്ലേ? വിനീത, നമ്മളെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമായിട്ടുള്ള നിമിഷമാണ്. എന്തായാലും നിഹാനയുടെ ദുരിത ജീവിതം സംബന്ധിച്ചുള്ള വാർത്ത നേരത്തെ റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടിരുന്നത്. അതിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഞാൻ നിൽക്കുന്ന ഗിരിധർ ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം നിഹാന ഇവിടുന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. നിഹാനയും ഒപ്പം തന്നെ വലിയ സന്തോഷത്തിലാണ് കുടുംബം ഉള്ളത്. എങ്ങനെയാണ് ഈ നിമിഷം? സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി ഒരുപാട് ഇവരുടെ അടുത്തെല്ലാം നല്ല റെസ്പെക്റ്റ് ഉണ്ട്. ഗിരിധർ സാറ്, നമ്മുടെ വിനയ് സാറ്, PR മാം, ഡോക്ടേഴ്സ്, സീനിയർ ജൂനിയർ എല്ലാ ഡോക്ടേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ് വരെ എന്ത് പരിഗണന കൂടെയാണ് ഞങ്ങളെ നോക്കിയത്. എല്ലാവർക്കും ഒരുപാട് സൗകര്യം കൂടിപ്പോയി. ഒരുപാട് നന്ദിയുണ്ട്. അൽഹംദുലില്ലാ, റബ്ബിന് സ്തുതി പറയുക. ഏറ്റവും കൂടുതൽ ഇപ്പം ഗിരിധർ സാറും വൈഫും കൂടെ ഇപ്പം മോളെ കാണാൻ വന്ന് എല്ലാവരും പറഞ്ഞ് സംസാരിച്ചിട്ടാ. നിഹാനക്ക് സന്തോഷമായി. വാക്കുകളും പറയാൻ പറ്റുന്നില്ല. അതിലുപരി നമ്മളെ വിനയ് സാറ് മോളെ എടുത്തുകൊണ്ടാണ് എല്ലാവരും പോകുന്നത്. വീൽ ചെയറൊന്നും ഇവിടെ ഉപയോഗിക്കത്തില്ല. ഇവിടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇത്രത്തോളം എനിക്ക് പറയാൻ പറ്റുന്നില്ല. വികാരധീനയായിട്ടാണ് അമ്മയുടെ പ്രതികരണം. ചികിത്സിച്ച ഡോക്ടർ നമുക്കും ശരിയാണ്. ആദ്യഘട്ട ചികിത്സയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ അടുത്ത ഘട്ടം? എങ്ങനെ? ഫസ്റ്റ് സ്റ്റെപ്പ് സർജറിയാണ് കഴിഞ്ഞത്. ഇറ്റ് ഹാസ് വെൻഡ് ഓൺ വെൽ ആൻഡ് ഷി ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ടു ഷോ റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ്. ഇൻഫാക്ട് വരുന്ന ദിവസം നമുക്കൊന്ന് ഒന്നിരുന്ന് എക്സാമിൻ ചെയ്യാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. ഇന്നായപ്പോഴത്തേക്കും ഷീ ഈസ് ഓപ്പണിംഗ് ഹർ ഐസ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഷീ ഈസ് റെസ്പോണ്ടിങ്. ദാറ്റ്സ് എ ഗുഡ് സൈൻ. ശരി, അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. മാറ്റങ്ങൾ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരും പറയുന്നത്. എസ് ശരൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും നിഹാന ഇപ്പോൾ ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ്. കൂടുതൽ മിടുക്കിയായി നിഹാന എത്തട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുകയും ചെയ്തത്.